അമേരിക്ക 10% അധിക താരിഫ് ചുമത്തിയതിനെതിരെ ലോക വ്യാപാര സംഘടനയെ സമീപിക്കുമെന്ന് ചൈന. അമേരിക്കയുടെ നടപടി ഏകപക്ഷീയമെന്നും ചൈനീസ് വാണിജ്യ മന്ത്രാലയം അറിയിച്ചു. അമേരിക്ക നടപടിയിൽ മാറ്റം വരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ചൈന പ്രതീക്ഷ പ്രകടിപ്പിച്ചു. വിപണിയിൽ വലിയൊരളവ് ഉൽപ്പന്നങ്ങൾ ചൈനീസ് നിർമ്മിതമാണ്. ഇത്തരത്തിൽ ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ എത്തുമ്പോൾ രാജ്യത്തിന്റെ ആഭ്യന്തര ഉത്പാദനം കുറയുന്നു എന്ന് ട്രംപ് കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 10% അധിക നികുതി ഏർപ്പെടുത്താൻ തീരുമാനിച്ചത്. തീരുവ ചുമത്തിയതിനെതിരെ ലോക വാണിജ്യ സംഘടനയെ സമീപിക്കുമെന്ന് ചൈന വ്യക്തമാക്കി കഴിഞ്ഞു. അമേരിക്കയുടെ നടപടി തെറ്റായ പ്രവർത്തന ശൈലിയാണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്നും ചൈന ആരോപിക്കുന്നു. WTO മാനദണ്ഡങ്ങൾ പരസ്യമായി അമേരിക്ക ലംഘിച്ചുവെന്നുമാണ് ചൈനയുടെ നിലപാട്. മെക്സിക്കോയ്ക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കാൻ അമേരിക്ക നിർബന്ധിതമായതിന് പിന്നിൽ മയക്കുമരുന്ന് കടത്തായിരുന്നു. അനധികൃതമായ മയക്കുമരുന്നുകളുടെ ഉത്പാദനം ചൈനയിൽ നടക്കുന്നില്ല. കൃത്യമായ നിയന്ത്രണം ചൈന മരുന്നുത്പാദന രംഗത്ത് പുലർത്തുന്നുവെന്നും അവകാശപ്പെടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ മെക്സിക്കോയ്ക്ക് സമാനമായ നടപടി ചൈനയ്ക്കെതിരെ പ്രയോഗിക്കുന്നത് യുക്തിഭദ്രമല്ല എന്നാണ് നിലപാട്. എന്നാൽ ഇന്റർനാഷണൽ എമർജൻസി എക്കണോമിക് പവർ ആക്ട് അമേരിക്കൻ പ്രസിഡന്റിനെ നികുതി ചുമത്താനുള്ള അധികാരം നൽകുന്നുണ്ട്. ഈ നിയമത്തെ പിന്തുടർന്നാണ് ട്രംപ് അധിക തീരുവകൾ നിശ്ചയിച്ചത്. ഈ നൈതിക നിലപാടായിരിക്കും WTOയിൽ ട്രംപ് സ്വീകരിക്കുക. പരസ്പരം ആഘാതമേൽപ്പിക്കാതെ പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കമാണ് ചൈനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുക എന്നും നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.